നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ കൾച്ചർ ആകെ മാറി വരികയാണ്. നമ്മളെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് വസ്ത്രധാരണത്തിലായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും എല്ലാം ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആവശ്യമുള്ള കാര്യത്തിലൊന്നും നമ്മളത് ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ വേസ്റ്റ് വലിച്ചെറിയുന്ന രീതി ശരിക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും അധികരിച്ച് കണ്ടിട്ടുള്ളൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ അവരത് വളരെ കൺട്രോളോടുകൂടി ചെയ്യാറുള്ള ഒരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെന്റ്. പക്ഷേ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും നമ്മൾ കോപ്പി അടിക്കുന്നത് കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ എന്താ പറയുക, ഫാഷനബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കോപ്പി അടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. സംരംഭങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെ. നമ്മൾ വിദേശീയരെ നല്ല രീതിയിൽ കോപ്പി അടിക്കാറുണ്ട്. പക്ഷേ സംരംഭങ്ങളെ കോപ്പി അടിച്ച് വിജയിച്ച ചരിത്രവും ഉണ്ട് കേട്ടോ. ബിസിനസ്സുകൾ വിദേശ രാജ്യങ്ങളുടെ മോഡലുകളിൽ ചെയ്ത് വിജയിപ്പിച്ച് നല്ല ജീവിത വിജയം കൈവരിച്ച ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട്. അത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നതും എന്നാൽ നമ്മുടെ നാട്ടിൽ അധികം ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശ്രീജ. നക്ഷത്രാസ് വ്ലോഗ് എന്ന നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ബിസിനസ് ഐഡിയാസ് ആണ് കൂടുതലായിട്ടും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്കായി തരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വീഡിയോസ് കാണുമ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നമ്മളിപ്പം ഓഫീസുകളിലൊക്കെ ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ കോളേജ് വിദ്യാർത്ഥികൾക്കും ഒക്കെ ആയിട്ട് ലഞ്ച് ബോക്സസ് മാത്രം സപ്ലൈ ചെയ്യുന്ന പല ബിസിനസ്സുകളും നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. അത് സാധാരണയായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ കൊച്ചു കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ലഞ്ച് ബോക്സുകൾ സർവീസ് ചെയ്യുന്ന അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ അധികം ഇല്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് വൻ ബിസിനസ് ആണ്. തിരക്കേറിയ ജീവിതത്തിനിടയിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള പോഷക സമൃദ്ധമായ ആഹാരങ്ങളൊക്കെ ലഞ്ച് ബോക്സിലാക്കി കൊടുത്തുവിടാനൊന്നും നമുക്ക് സാധിച്ചെന്ന് വരില്ല. അതിനുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ഇത്തരത്തിലുള്ള കിഡ്സ് ലഞ്ച് ബോക്സ് സർവീസുകൾ. കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം ഓരോ ഭക്ഷണ സാധനങ്ങളും അത്രയേറെ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഹൈജീനിക് ആയിരിക്കണം, പ്രോട്ടീൻസ് കൂടുതൽ ഉണ്ടായിരിക്കണം, ഫ്രൂട്ട്സ് ഒക്കെ ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. നമുക്കൊരു ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ കുട്ടികളുടെ ഹെൽത്ത് നോക്കുന്ന ഒരു ഡോക്ടറുടെ ഒക്കെ ഒരു സഹായം നമുക്ക് ആവശ്യമായിട്ട് വരും. അവരുടെ കൺസൾട്ടൻസി ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളിത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഓരോ കുട്ടികൾക്കും താല്പര്യമുള്ള ആഹാരം വേറെ വേറെ ആയിരിക്കും. അപ്പോൾ വളരെ വളരെ ക്ഷമ വേണ്ട ഒരു ജോലിയാണിത്. അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കിയ ഭക്ഷണ സാധനങ്ങൾ അങ്ങനെയൊന്നും, പഴകിയ ഭക്ഷണ സാധനങ്ങളൊന്നും ഇതിനകത്ത് പെടാനേ പാടില്ല. വളരെ ഹൈജീനിക് ആയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തെങ്കിലും അബദ്ധം നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് അന്നേരം തന്നെ ക്ലോസ് ചെയ്ത് പോകേണ്ടി വരും. തുടക്കത്തിൽ തന്നെ വലിയ വിജയത്തിലേക്ക് എത്തണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ പതിയെ പതിയെ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് നല്ല ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ കുട്ടികളുടെ ലഞ്ച് ബോക്സിനകത്ത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വെക്കുക. ഒരു കുഞ്ഞു ടോയോ, ഒരു സ്റ്റിക്കറോ, ഒരു കളർ പെൻസിലോ, അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര കൗതുകം തോന്നുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം അവർ ആ ലഞ്ച് ബോക്സ് തുറക്കുമ്പോഴായിരിക്കും ആ സർപ്രൈസ് കാണുന്നത്. അപ്പോൾ അവർക്ക് അതിലൊരു ക്രേസ് തോന്നണം. അപ്പം നാളെയും എനിക്കിത് കിട്ടുമല്ലോ. അതിലൂടെ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്ലിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ കുട്ടികളുടെ കൂടെ ഇരുന്ന് ലഞ്ച് കഴിക്കുന്ന മറ്റു കുട്ടികളിലേക്കും ഇത് എത്താനായിട്ട് കാരണമാവും. കുട്ടികളുടെ ഉള്ളിൽ കൗതുകം നിറയ്ക്കുക, അതായിരിക്കണം നമ്മുടെ മാർക്കറ്റിംഗ് തന്ത്രം. ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള പഠനം ആവശ്യമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് അതിൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോ ആഹാരക്രമങ്ങളും തയ്യാറാക്കാനായിട്ട്. അതിന് പ്രത്യേകമായിട്ട് തന്നെ ഒരു മെനു പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ, ഒരു സിറ്റി ഏരിയയിലാണെങ്കിൽ അങ്ങനെ, ഫ്ലാറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ സ്കൂൾസ് കൂടുതലുള്ള ഏരിയയിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മാർക്കറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കാനോ സ്കൂളുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വീടുകളിലോ അല്ലെങ്കിൽ അവർക്ക് വന്ന് ടേക്ക് അവേ കൗണ്ടേഴ്സ് പോലെ എടുത്തുകൊണ്ട് പോകാവുന്ന രീതിയിലോ ഉള്ളൊരു സംവിധാനമൊക്കെ റെഡിയാക്കേണ്ടതുണ്ട്. വളരെ നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ളൊരു പ്ലേസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ലൈസൻസുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഫുഡ് ലൈസൻസ്, പാക്കിംഗ് ലൈസൻസ്, അതുപോലെ ഹെൽത്ത് കാർഡ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനും അതുപോലെ പ്രിപ്പയർ ചെയ്യാനും അറിയാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സംരംഭം നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ഒരു ബിസിനസ് ആണോ? ഇതൊന്നും കേട്ട് ആരും എടുത്ത് ചാടരുത്. ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെന്ന് പെട്ടുപോകും. ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ജോലി ഉണ്ടല്ലോ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. വളരെ നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ളവർ, അതായത് നല്ല രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങി വലിയ വിജയങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.